ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സിന്റെയും മറ്റ് ന്യൂസിന്റെയും വീക്ക്ലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീക്ക്ലി ടെക്നിക്കൽ അനാലിസിസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരച്ചിട്ടുന്ന രണ്ട് സപ്പോർട്ട് ലെവലാണ് 24,000ഉം 23,800. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏപ്രിൽ 30th 2026 ആ 23,800 എന്ന സപ്പോർട്ട് മാർക്കറ്റ് മീറ്റ് ചെയ്ത് റെസ്പെക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പിന്നെ അപ്വേർഡ് മൂവ്മെന്റ് നടത്തി. എന്നിട്ട് വന്ന് ക്ലോസ് ചെയ്ത ലെവൽ എന്ന് പറയുന്നത്, അതായത് റീട്രേസ് ചെയ്ത, അതായത് ഇവിടെ കുറച്ചും കൂടി മുകളിലോട്ട് പോയതിനു ശേഷം ഇവിടെ റെഡ് കാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പെർട്ടിക്കുലർ 24,000 സപ്പോർട്ട് 1ൽ വന്നപ്പോഴേക്കും മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെന്റ് കാണിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,043 ഫ്രൈഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. താഴത്തെയുള്ള 400 പോയിന്റ്സ് ഗ്യാപ്പും ഇപ്പോഴും നിലവിൽ നിൽക്കുന്നു. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീക്ക്ലി അനാലിസിസ് വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് ഞാനൊന്ന് മാർക്ക് ചെയ്തോട്ടെ. അപ്പോൾ ഈ ഫ്രൈഡേ വന്ന ക്ലോസിംഗ് എന്ന് പറയുന്നത് 24,043 ഫ്രൈഡേ വന്ന ക്ലോസിംഗ്. ഈ കഴിഞ്ഞ ഫ്രൈഡേ വന്ന ക്ലോസിംഗ് ബൈസൽ വാല്യൂ വന്നിരിക്കുന്നത് 23,997.55, 180 -180 പോയിന്റ്സ് ഡൗൺ, 0.74% ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. മൊത്തം വീക്ക്ലി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 0.85% ആണ് ബെയറിഷ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. പക്ഷെ മന്ത്ലി കുറച്ചും കൂടി ഒരു ഹോൾ മന്ത് കഴിഞ്ഞ ഒരു ഏപ്രിൽ മന്ത് നോക്കിക്കഴിഞ്ഞാൽ 6.42% അപ്പ് മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ വീക്ക്ലി ഒരു 1%ന്റെ താഴെയാണെങ്കിലും നമുക്ക് 0.85% ഡൗൺവേർഡ് മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ഇനിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിലോട്ട് കടക്കാം. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ മന്ത്ലി ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ മന്ത്ലി ചാർട്ടിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു സപ്പോർട്ട് ലെവല് ഏകദേശം 22,000 എന്ന് വരുന്ന ഈ ഒരു സപ്പോർട്ട് ലെവലില് മാർക്കറ്റ് കഴിഞ്ഞ കൊല്ലവും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം 3rd March 2025 പിന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏപ്രിൽ 30th ആയപ്പോൾ നമ്മുടെ മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്തും കറക്റ്റ് ആയിട്ട് ആ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയും കണ്ടോ കറക്റ്റ് ആയിട്ട് ആ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു അപ്പ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത് ഞാൻ ഇവിടെ മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഏകദേശം ഇവിടെ നിന്ന് മൂവ്മെന്റ് നൽകിയത് ഏകദേശം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4,000 പോയിന്റ്സോളം അപ്പ് മൂവ്മെന്റ് നൽകി. എന്നിട്ട് ഓൾ ടൈം ഹൈ വരെ ടച്ച് ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മുടെ ഓൾ ടൈം ഹൈ ആണ്. കൃത്യം അവിടം വരെ ടച്ച് ചെയ്ത് ഏകദേശം 26,300 എന്ന റൗണ്ട് അപ്പ് ആയിട്ട് പറയാം. ആ ഒരു ലെവല് ടച്ച് ചെയ്തിട്ടാണ് പിന്നെ ഇപ്പോൾ മാർക്കറ്റ് കൃത്യ സപ്പോർട്ട് ലെവലിൽ വന്ന് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്താണ്? പറയാനുള്ളത് ഇത്രയും മുകളിൽ വരെ പോകാൻ ഇനിയും മാർക്കറ്റ് ശ്രമിക്കും. നമ്മുടെ വോറൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നല്ല സ്റ്റഡി ആയിട്ട് പോകണമെങ്കിൽ ഈ ഒരു 26,300 ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയിടാം. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ലെവൽസ് പിന്നീട് പറയാം. നമുക്ക് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 26,300 to 26,400 വരെ എത്താനായിരിക്കും നമ്മുടെ നിഫ്റ്റി 50യുടെ ടാർഗറ്റ്. അപ്പോൾ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ വോർ ഇപ്പോഴും കംപ്ലീറ്റ്ലി ഓവർ ആയിട്ടില്ല. ഇപ്പോഴും സീസ്ഡ് ആയിട്ടുള്ള വോറാണ്. ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണേണ്. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്ത് ഈ ഒരു ലെവലിലോട്ട് എത്താനായിരിക്കും നോക്കണം. ഈ ഒരു ലെവല് ബ്രേക്ക്ഔട്ട് ആയി പോകണമെങ്കിൽ ഈ ഒരു 26,300 to 26,400 എന്ന ലെവല് ഒരു ഡേയില് 1 hour ക്യാൻഡിൽ കൺഫർമേഷൻ വെച്ച് ഡേ ചാർട്ടില് 1 hour ക്യാൻഡിൽ കൺഫർമേഷൻ വെച്ച് ബ്രേക്ക്ഔട്ട് ആയിട്ട് പോകണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ 26,300 to 26,400 മീറ്റപ്പ് ചെയ്യാൻ ചാൻസ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇനി FII DII ഡാറ്റയും കൂടി നോക്കുകയാണെങ്കിൽ FII DIIയുടെ ഡെയിലി ഡാറ്റയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും DII നമ്മളെ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ FIIയുടെ ഹ്യൂജ് സെല്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ജസ്റ്റ് ഡെയിലിന്ന് മന്ത്ലിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം ഫെബ്രുവരി, അത് പിന്നെ അത്ര കൺസിഡറേഷനിൽ എടുക്കണ്ട, അത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ DIIs മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. FII 8,895 crores ആണ് സെല്ല് ചെയ്തത്. 2nd March നോക്കണമെങ്കിൽ
ഭയങ്കര വലിയ ഹ്യൂജ് സെല്ലിംഗ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1,22,540.41 crores ആണ് FIIയുടെ സെൽ ഔട്ട് കാണുന്നത്. ഇപ്പോൾ ഏപ്രിൽ മന്തിൽ നോക്കണമെങ്കിൽ -43, അതായത് 43 crores 706 crores ആണ് സെൽ ഔട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ DIIക്ക് അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ മാർച്ചിൽ സെൽ ഔട്ട് ചെയ്തെങ്കിലും DII 1,42,960 ബൈ ചെയ്തു. അതുകൊണ്ട് മാർക്കറ്റ് പിടിച്ചു നിന്നു. പക്ഷേ ഈ ഏപ്രിലിൽ നടന്ന സിറ്റുവേഷൻ അതല്ല. 43 crores സെൽ ഔട്ട് ചെയ്തപ്പോൾ ഏകദേശം 28 crores നമ്മുടെ DIIന് മാസത്തിൽ ബൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ ഒരു ഡ്രോപ്പ് ഡൗൺ നമ്മുടെ മാർക്കറ്റിലും കാണുന്നുണ്ട്. പിന്നെ ഇന്ത്യ വിക്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യ വിക്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 18.46 ആണ്. കഴിഞ്ഞ ആഴ്ച 19.76 ആയിരുന്നു. അത് വെച്ച് നോക്കാൻ നേരത്ത് കുറച്ചും കൂടി ഇന്ത്യ വിക്സ് കുറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ 15ന്റെ മുകളിലായാൽ എപ്പോഴും വോളറ്റിലിറ്റി കൂടുതലായിരിക്കും. ഒരു പോയിന്റ് കുറഞ്ഞെന്നും പറഞ്ഞ് വോളറ്റിലിറ്റിക്ക് വലിയ ഡിഫറൻസ് ഉണ്ടാവുന്നതായിരിക്കില്ല. പക്ഷേ 18.46 ഒരു പോയിന്റോളം കുറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ വാല്യൂസിലോട്ട് നോക്കുവാണെങ്കിൽ അപ്പോൾ ഈ 26,300 ടു അപ്പോൾ ഈ 26,300 to 26,400 തന്നെ ആയിരിക്കും നമ്മുടെ ഇനി വരാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ. വീക്ക്ലിയിൽ നോക്കാനുള്ള ഇൻട്രാഡേ ലെവൽസ് ഞാൻ നാളെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ഇത് ബ്രേക്ക് ഔട്ട് ആദ്യം നോക്കണം. അതായത് 22,000 എന്ന ലെവല് നമ്മുടെ വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് എടുക്കാം. ഈ ഒരു ലെവല് ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെയും മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ്മെന്റ് നടത്തുന്നതായിരിക്കും. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ഓവറോൾ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോഴും ബൈ ട്രെൻഡിൽ തന്നെയാണ്. നമ്മുടെ ഒരു സെല്ലേഴ്സ് ഡോമിനേഷൻ വീക്ക്ലിയിൽ വന്നിട്ടില്ല. ഇൻട്രാഡേയിൽ ചില ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ വീക്ക്ലിയിൽ ഇപ്പോഴും മാർക്കറ്റ് നല്ല ബൈ ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. കറക്റ്റ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കറക്റ്റ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് ഞാനൊന്ന് പൊസിഷനിൽ വെച്ചോട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ സപ്പോർട്ട്സ് വരുന്നത് ഇവിടെ. ഓക്കെ, പിന്നെ ഇവിടെ അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്തെ ഇപ്പൊ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ ഒരു കറക്റ്റ് ബൈ ട്രെൻഡ് ലൈനിലാണ്. അത് ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. ഓക്കെ, കാര്യം 23,997 എന്ന ഈ ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രെൻഡ് ലൈൻ ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ഔട്ട് ആയെങ്കിലും പിന്നെയും മാർക്കറ്റ് അവസാനം റിക്കവർ ചെയ്തു വന്നു. അപ്പോൾ നമുക്ക് ഇത് വെച്ചാണ് ഞാൻ ഈ വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ ഞാനൊന്ന് റീസെറ്റ് ചെയ്തോട്ടെ. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇൻട്രാഡേ ലെവല് ആദ്യം നോക്കാം. ഞാൻ 1 അവർ ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യണേന്ന്. അപ്പൊ 1 അവർ ചാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്ന ലെവൽസ് എന്ന് പറയുന്നത് 54,800 ആണ്. അത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാപ്പ് ക്ലോസിംഗ് ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല ഇവിടെ നിന്ന് ഒരു ഡൗൺഫോൾ മൂവ്മെന്റ്, ഈ ഗ്യാപ്പ് ഫില്ലാകാൻ തുടങ്ങിയാൽ ഡൗൺഫോൾ മൂവ്മെന്റ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ 55,600 താഴെ പോയാൽ ഈ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആക്ടിവേറ്റ് ആകും എന്നും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 55,600 കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തട്ടെ. അപ്പോൾ കറക്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 55,600 കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ്മെന്റ് നടത്തി. ആ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ സ്റ്റാർട്ടിംഗ് ലെവൽ ആ ഒരു ലെവല് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ലെവല് സ്റ്റാർട്ട് ചെയ്ത ലെവല് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ് ചെയ്തത്. താഴത്തോട്ടുള്ള ഗ്യാപ്പിലോട്ടുള്ള സെല്ലേഴ്സ് ഡോമിനേഷൻ ഉണ്ടായില്ല. ഞാൻ എടുത്തു പറഞ്ഞിരുന്നു സെല്ലേഴ്സ് ഡോമിനേഷൻ വരണമെങ്കിൽ ഈ ഒരു ലെവൽ എത്തുമ്പോഴേക്കും ഇവിടെ ഒരു റെഡ് കാൻഡിൽ കൺഫർമേഷൻ എടുക്കണം. ഒരു 1 അവർ ടൈം ഫ്രെയിമിൽ നല്ലൊരു ബെയറിഷ് റെഡ് കാൻഡിൽ ഫോം ചെയ്യണം. മർബോസു, ഇൻവേർട്ടഡ് ഹാമർ അല്ലെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ് ഒക്കെ ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് താഴത്തോട്ട് ഈ 1,639 പോയിന്റ്സ് എന്ന ഗ്യാപ്പ് ഫില്ലാകാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ വീക്ക്ലി അനാലിസിസിലോട്ട് കിടക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡേ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് 55,003 നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 54,863.35, -540.25 പോയിന്റ്സ് ഡൗൺ, -0.98% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ നിഫ്റ്റി പോലെ തന്നെ മന്ത്ലി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 6.47% നല്ല
അപ് ട്രെൻഡ് ആണ്. നിഫ്റ്റി പോലെ തന്നെ നല്ല അപ്വേർഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. പക്ഷെ വീക്ക്ലി 3.08% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ ഒരു ചെറിയ താഴ്ത്ത ഗ്യാപ്പ് കൂടാതെ ഇവിടെ ഇൻട്രാഡേയിൽ ഒരു ചെറിയ ഗ്യാപ്പും കൂടി ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് എടുക്കുവാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തോട്ടെ. ഞാൻ മെഷർമെന്റ് എടുക്കുവാണെങ്കിൽ ഇനി കുറച്ച് ഗ്യാപ്പ് ഫില്ലായി. ബാക്കിയുള്ള മെഷർമെന്റ് എടുക്കുവാണെങ്കിൽ ഏകദേശം വരുന്നത് 194 പോയിന്റ്സ് ആണ്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 200 എന്ന് എഴുതാം. 200 പോയിന്റ്സ് ഗ്യാപ്പും കൂടി നമ്മുടെ ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് മുകളിലോട്ട് ഫില്ലാകാനുണ്ട്. അത് നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അപ്പൊ അത് വെച്ച് നോക്കാൻ ഈ 200 പോയിന്റ്സ് ഗ്യാപ്പ് അത്ര വലിയ ഡിഫിക്കൽട്ട് ആവില്ല ഫില്ലാകാൻ. ഈസിലി ഫില്ലാകും മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ. അത് മാത്രമല്ല നമ്മുടെ ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലോട്ടുള്ള മെഷർമെന്റ് എടുക്കണമെങ്കിൽ 307 പോയിന്റ്സ് ഉള്ളു. അപ്പൊ ഒരു ആവറേജ് മൂവ്മെന്റ് ഞാൻ പറഞ്ഞ 150 to 300 പോയിന്റ്സ് ആവറേജ് മൂവ്മെന്റ് ഇൻട്രാഡേയിൽ തന്നെ ഫില്ലപ്പ് ചെയ്യാൻ ഈസിലി ഫില്ലപ്പ് ആകും 200 പോയിന്റ്സ് ഗ്യാപ്പ്. പക്ഷെ അതിനെക്കുറിച്ച് ഇൻട്രാഡേയിൽ ഞാൻ പറയാം. നമുക്ക് ഇനി മന്ത്ലിയിലോട്ട് നമുക്ക് ഒന്ന് നോക്കാം. നമ്മുടെ മന്ത്ലിയിലോട്ടും നമ്മുടെ വീക്ക്ലി അനാലിസിസിലോട്ടും നോക്കാം. ഇൻട്രാഡേയുടെ ഡീറ്റെയിൽസ് ഞാൻ നാളെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡെയിലി ചാർട്ടിലോട്ട് ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഡെയിലി ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ താഴെ വരുന്ന ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 50,000 ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലെവലാണ് നമുക്ക് വീക്ക്ലിയിൽ നോക്കാൻ നേരത്ത്. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ചാർട്ട് എടുത്തത്. വീക്ക്ലിയിൽ നോക്കാൻ നേരത്ത് ഈ ഒരു 50,000 എന്ന ലെവലായിരിക്കും നമുക്ക് നോക്കേണ്ടത്. ഇത് ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കണം. 50,000 ഇതായിരിക്കും വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുകളിലോട്ട് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 57,000 ആയിരിക്കും. അതായത് ഈ ഒരു ലെവൽ വെച്ചാണ് ഞാൻ പറയുന്നത്. ഞാനൊന്ന് കറക്റ്റ് പൊസിഷനിൽ എടുത്തോട്ടെ. 57,000 വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഈ രണ്ട് ലെവൽസും ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. കാര്യം ബാങ്ക് നിഫ്റ്റി ഇവിടെ ഗ്യാപ്പും ഉണ്ട്. അത് മാത്രമല്ല വീക്ക്ലിയിൽ ഈ ഒരു 55,003 ഫ്രൈഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 54,863.35 ആണ് ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത്. നെഗറ്റീവ് 540 പോയിന്റ്സ് ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. അത് വെച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആവറേജ് മൂവ്മെന്റ്, ഓക്കെ, ആവറേജ് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 150 to 300 പോയിന്റ്സ്. അത് വെച്ച് നോക്കാൻ നേരത്തെ ഈ നെഗറ്റീവ് 540 എന്ന് പറയുന്നത് ഒരു കൂടുതൽ 300 പോയിന്റ്സിന്റെ ആവറേജ് മൂവ്മെന്റിനേലും കൂടുതൽ താഴോട്ട് പോയിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, ഒരു ഗ്യാപ്പും കൂടിയുണ്ട്, ഒരു 200 പോയിന്റ്സ് ഗ്യാപ്പും കൂടിയുണ്ട്. അത് വെച്ച് നോക്കാൻ നേരത്ത് 200 പോയിന്റ്സ് ആയിട്ടുള്ള ആ ഗ്യാപ്പ് മൈനസ് ചെയ്യാൻ നേരത്ത് നമുക്ക് 540 ബാക്കി വരുന്നത് 340 പോയിന്റ്സ് ആണ്. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്ത് അപ്പോഴും നമുക്ക് കാണാവുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം ആവറേജ് മൂവ്മെന്റ് ആയിട്ടുള്ള ആ ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞിട്ടുള്ള ആവറേജ് മൂവ്മെന്റ് ആയിട്ടുള്ള 150 to 300 പോയിന്റ്സേ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതും നമ്മൾ കാണുന്ന ഒരു വലിയൊരു ബെയറിഷ് മൂവ്മെന്റ് ആയിട്ട് കാണുന്നത് ഗ്യാപ്പോട് കൂടി വരുന്നതുകൊണ്ടാണ് അത് ഭയങ്കര ബെയറിഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഏകദേശം 0.98% എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷെ ഗ്യാപ്പിന്റെ കാര്യം വിട്ടുകളയണ്ട. പിന്നെ ഇവിടെ നോക്കാനുള്ള നമ്മുടെ ട്രെൻഡ് ലൈൻ ആണ്. ബാങ്ക് നിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്തെ ഈ ട്രെൻഡ് ലൈൻ കറക്റ്റ് മീറ്റിംഗ് പോയിന്റ് കൂടിയാണ് ഈ 57,000 എന്ന ലെവല്, അതായത് ഈ ഒരു പോയിന്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 57,000 ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1 അവറില് ഡെയിലി ചാർട്ടിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കണം. അത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ക്യാൻഡിൽ ആയിരിക്കണം. ഒരു ഹാമർ, ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഇതൊക്കെ ഫോം ചെയ്യുവാണെങ്കിൽ, നല്ല ബോഡിയുള്ള മർബോസും ഒക്കെ ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് 57,000 ബ്രേക്ക് ഔട്ട് ആയിട്ട് മുകളിലോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വീക്ക്ലിയിലാണെങ്കിലും വീക്ക്ലിയിൽ ഏതെങ്കിലും ഒരു ദിവസം ഇൻട്രാഡേയില് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് തിരിച്ച് റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് സെൻസെക്സ് നോക്കാം. അപ്പോൾ സെൻസെക്സ് ഞാൻ തിരിച്ച് 1 അവർ ചാർട്ടിലോട്ട് പോവുകയാണ്. സെൻസെക്സ് നമ്മൾ പറഞ്ഞിരുന്നത് നമുക്കിവിടെ ഒരു W പാറ്റേൺ ഉണ്ടെന്നാണ്. ഈ W പാറ്റേൺ ആക്ടിവേറ്റ് ആവേണ്ട ലെവലും ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ W പാറ്റേണിന്റെ 78,000 എന്ന റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ മുകളിലോട്ട് ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു W പാറ്റേൺ ആണെങ്കിലും, അതിന്റെ മുമ്പത്തെ വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ഒരു W പാറ്റേൺ ആണെങ്കിലും ഡെയിലിയിൽ നമ്മൾ നോക്കാൻ നേരം ഞാനിതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. നമുക്കിവിടെ കാണുന്ന ഒരു
ഹാമർ ഫോർമേഷൻ ആണ്. അതും നല്ലൊരു മുകളിലോട്ടുള്ള ഒരു പുള്ളപ്പുള്ള ഒരു ഹാമർ ഫോർമേഷൻ ആണ് നമ്മൾ കാണുന്നത്. ക്ലോസിംഗ് ഫ്രൈഡേ വന്നത് ഒന്ന് ഞാൻ മാർക്ക് ചെയ്തോട്ടെ. ക്ലോസിംഗ് ഫ്രൈഡേ വന്നത് 76,913 ആണ് ഫ്രൈഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പൈസൽ വാല്യൂ വന്നിരിക്കുന്നത് 76,913.50 തന്നെയാണ്. -582 പോയിന്റ്സ് ഡൗൺ, 0.75% ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. സെൻസെക്സിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, 500 to 1000 പോയിന്റ്സ് ആണ് സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ്. ഓക്കെ, അത് വെച്ച് നോക്കാൻ നേരത്ത് അത്ര വലിയൊരു ബെയറിഷ് മൂവ്മെന്റ് അല്ല സെൻസെക്സ്. നമ്മളൊരു ഫ്രൈഡേത്തെ മൂവ്മെന്റ് മാത്രം നോക്കാൻ നേരത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ബെയറിഷ് മൂവ്മെന്റ് നടത്തി, പക്ഷെ എന്നാലും ഒരു ആവറേജ് മൂവ്മെന്റ് സെൻസെക്സ് നടത്തിയിട്ടുള്ളൂ. ഇത് വെച്ച് നമുക്ക് മന്ത്ലി നോക്കുവാണെങ്കിൽ മന്ത്ലിയിൽ നമ്മൾ കാണുന്നത് 5.99% അപ്പ് മൂവ്മെന്റ് ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മന്ത്ലി ചാർട്ട് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. മന്ത്ലിയിൽ ഇവിടെ നോക്കിയാലും സെൻസെക്സും നിഫ്റ്റി 50 പോലെ തന്നെ നമ്മുടെ മന്ത്ലിയിൽ അപ് ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു മൂവ്മെന്റ് ട്രെൻഡ് ലൈൻ എടുക്കുവാണെങ്കിലും, ഞാനൊന്ന് കറക്റ്റ് പൊസിഷനിൽ വെച്ചോട്ടെ, ഈ ഒരു മൂവ്മെന്റ് ട്രെൻഡ് ലൈൻ എടുക്കുവാണെങ്കിലും ആ ഒരു അപ് ട്രെൻഡ് ലൈനിന്റെ സ്റ്റോപ്പിംഗ് പൊസിഷനിൽ വന്നാണ് നിൽക്കുന്നത്. ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തെങ്കിലും പിന്നെയും മാർക്കറ്റ് മന്ത്ലി റിട്രീവ് ചെയ്ത് 76,913 വന്നിട്ടുണ്ട്. പക്ഷേ വീക്ക്ലിയിലെ സിറ്റുവേഷൻ ഇതല്ല. വീക്ക്ലിയിലെ സിറ്റുവേഷൻ ഞാൻ ജസ്റ്റ് കാണിക്കാം. വീക്ക്ലിയിലെ സിറ്റുവേഷൻ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 1.37% ആണ് പെർസെൻറ്റേജ് വൈസ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത് വീക്ക്ലിയിലെ സിറ്റുവേഷൻ. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് അനാലിസിസ് ചെയ്യാനുള്ള അതിലോട്ട് കിടക്കാം. തിരിച്ച് മന്ത്ലി ചാർട്ടിലോട്ട് ഇടുകയാണ്. മന്ത്ലി ചാർട്ടിൽ ഒരു കാര്യം കൂടി കാണിക്കാനുള്ളത്, നമ്മുടെ സപ്പോർട്ട് ലെവൽ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ കൊല്ലവും, അതായത് 2025 മാർച്ച്, നമ്മുടെ നിഫ്റ്റി 50 പോലെ തന്നെ ഈ ഒരു ലെവൽ, അതായത് 72,000 എന്ന ലെവൽ ഞാനിവിടെ മാർക്ക് ചെയ്യാം. 72,000 എന്ന സപ്പോർട്ട് ലെവല്, വീക്ക്ലി സപ്പോർട്ട് 1, 2 കൊല്ലവും കറക്റ്റ് ആയിട്ട് ഈ ഒരു ടൈം പീരിയഡിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അത് മീറ്റ് ചെയ്തിട്ട് അപ്വേർഡ് മൂവ്മെന്റ്, നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് സെൻസെക്സിലും തന്നിരിക്കുന്നത്. ഏകദേശം 14,234 പോയിന്റ്സ് അപ്വേർഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രാവശ്യവും കറക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് മീറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പുൾ ചെയ്ത് 76,913 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ മൂവ്മെന്റ് അനുസരിച്ച്. ഇനി നമ്മുടെ ഡെയിലി ചാർട്ടിൽ നോക്കുവാണെങ്കിൽ, ഞാൻ ഡെയിലി ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഡെയിലി ചാർട്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ലെവൽ വേറെ വരും. നമ്മുടെ ഇമ്പോർട്ടന്റ് ലെവൽ വരാൻ പോകുന്നത് 79,000 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ, 79,000 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് സ്വിംഗിൽ, അതായത് വീക്ക്ലിയിൽ അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ, 79,000 ആയിരിക്കും വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെയും ഡെയിലി ചാർട്ടിൽ അല്ല, 1 അവർ ടൈം ഫ്രെയിമിൽ ഒരു ദിവസം 1 അവർ ടൈം ഫ്രെയിം എടുക്കാൻ നേരത്ത് 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയാൽ ഈ 79,000, ഇനി അടുത്ത ആഴ്ച വരുന്ന ദിവസങ്ങളിൽ, ട്രേഡിംഗ് ദിവസങ്ങളിൽ 79,000 അവിടെ നിന്ന് ഒരു 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 79,000 അവിടെ ഈ ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് പിന്നെയും ആ റെസിസ്റ്റൻസ് റെസ്പെക്ട് ചെയ്ത് ഒരു റിവേഴ്സൽ നടക്കുന്നതായിരിക്കും. ഇപ്പോൾ മന്ത്ലിയിൽ വെച്ച് നോക്കാൻ നേരത്ത് മന്ത്ലി മാർക്കറ്റ് ബൈ ട്രെൻഡിലാണ് പോകുന്നത്. പക്ഷേ വീക്ക്ലി ഷോർട്ട് ടേം ഒരു 2 ആഴ്ചയൊക്കെ ട്രേഡ് എടുക്കുന്നവർക്ക് അത്ര സുഖകരമായ ഒരു മൂവ്മെന്റ് അല്ല മാർക്കറ്റിൽ നടക്കുന്നത്. ഇത്തിരി റിസ്കി മൂവ്മെന്റ് ആണ് നടക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസ് രീതിയുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യും. പക്ഷെ അതിന് ധാരാളം അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ഇന്ത്യ വിക്സിന്റെ കാര്യം ഞാൻ കാണിച്ചത്. 18.46 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാകും. അപ്പോൾ റാൻഡം ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കാതിരിക്കുക, കറക്റ്റ് കൺഫർമേഷൻസ് എടുക്കുക, എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ വിചാരിച്ച പോലെ ഉള്ള കൺഫർമേഷൻസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ താഴെയുള്ള ഗ്യാപ്പ് മറക്കണ്ട. ഗ്യാപ്പ് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുവാണ്, ക്ലോസിംഗ് നടന്നിട്ടില്ല. ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള മെഷർമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വരുന്നത് 1,248 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പ് ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കണേണ്. 1,248 എന്ന് പറയുമ്പോൾ നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 1,250 എടുക്കാൻ പോയിന്റ്സ് വരുന്ന ഗ്യാപ്പ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണേണ് നമ്മുടെ സെൻസെക്സിൽ. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഫിൻ നിഫ്റ്റി എടുക്കാം. അപ്പൊ ഫിൻ നിഫ്റ്റി
ആദ്യമേ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 791 പോയിന്റ്സ് ഗ്യാപ്പ്, ഇവിടെയുള്ള ഗ്യാപ്പും ക്ലോസ് ആയിട്ടില്ല. പിന്നെ നിഫ്റ്റിയുടെ ബാക്കിയുള്ള മൂവ്മെന്റ്സ് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ജസ്റ്റ് വീക്ക്ലി ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഗ്യാപ്പ് ഇത്തിരി ഇങ്ങോട്ട് മൂവ് ചെയ്യണം, അപ്പൊ കറക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിഫ്റ്റിയിലെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് പിന്നെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നിഫ്റ്റി തന്നത്. മന്ത്ലി വെച്ച് നോക്കിയാൽ 6.85% ആണ് അപ്വേർഡ് മൂവ്മെന്റ് മന്ത്ലി തന്നത്. പക്ഷേ വീക്ക്ലിയിൽ -2.81% ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ആ ഒരു ക്യാൻഡിലാണ് മന്ത്ലി, ആ ഒരു വീക്ക്ലി ക്യാൻഡിലാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷേ നിഫ്റ്റിയും ഈ ഒരു സിറ്റുവേഷനിൽ ഞാനൊന്ന് മിനിമൈസ് ചെയ്ത് കാണിച്ചു തരാം. നിഫ്റ്റിയും ഞാൻ ഡെയിലി ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഈ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോഴും ബൈ ട്രെൻഡിലാണ് നിൽക്കുന്നത്. കണ്ടോ, ചെറിയൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായെങ്കിലും ബൈ ട്രെൻഡിലാണ് നിൽക്കുന്നത്. അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയിട്ടില്ല, കറക്റ്റ് ആ ഒരു ലെവലിൽ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളൊന്ന് ഷ്രിങ്ക് ചെയ്താലോ അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ടിലോട്ട് എടുത്ത് നോക്കിയാലോ ആണ് ഈ ഒരു കറക്റ്റ് മൂവ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കണ്ടോ, ഈ ഒരു ട്രെൻഡ്, നമ്മുടെ ബുൾ ട്രെൻഡ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. ഞാൻ ഇനിയിപ്പോ ഇതിന്റെ റെസിസ്റ്റൻസ് സപ്പോർട്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ വീക്ക്ലി റെസിസ്റ്റൻസ് സപ്പോർട്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ലെവൽ നിഫ്റ്റിയിൽ വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ്. ഇതെന്ന് പറയുന്നത് 27,000 ആണ്. ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് വീക്ക്ലിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റീട്രേസ്മെന്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്ന ലെവലാണ് 24,000. അതുകൊണ്ട് തന്നെ 24,000 എന്ന വീക്ക്ലി സപ്പോർട്ട് ലെവല് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് കൂടുതൽ ബെയറിഷ് ആയിട്ട് മാർക്കറ്റ് പോകുമെന്ന് അല്ലെങ്കിൽ ഒരു സെല്ലേഴ്സ് ഡോമിനേഷൻ വരുമെന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 24,000 അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല തവണ നമ്മുടെ മാർക്കറ്റ് ആ 24,000 എന്ന ലെവല്, പ്രത്യേകിച്ച് ഈ ലെവല് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് റീട്രേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നല്ലൊരു ബെയറിഷ് ക്യാൻഡില് ഡെയിലി ടൈം ഫ്രെയിമില് ബെയറിഷ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഒരു സെല്ലേഴ്സ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വേറെ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് മിഡ് സ്മാൾ ക്യാപ് ഇൻഡെക്സ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാം. അപ്പൊ മിഡ് ക്യാപ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം, ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അനലൈസ് ചെയ്തതാണ് മിഡ് ക്യാപ്പ്. അപ്പൊ മിഡ് ക്യാപ്പ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആയി. നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന്, അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഞാൻ മിനിമൈസ് ചെയ്ത് കാണിച്ചാൽ 13,000 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്കൊരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാന്ന് പറഞ്ഞിരുന്നു. നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കിട്ടി. അത് മാത്രമല്ല പറഞ്ഞു കഴിഞ്ഞാൽ 29th ഏപ്രിൽ എന്ന ദിവസം മാർക്കറ്റ് നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റി നല്ലൊരു അപ്പ് ഏറ്റവും മുകളിലുള്ള ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റ് താഴോട്ട് വന്ന് 13,826 ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോൾ മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് നല്ലൊരു പെർഫോമൻസ് ആണ്. ഈ ഒരു വാറിന്റെ സിറ്റുവേഷനിലും ഇപ്പോഴത്തെ സിറ്റുവേഷനിലും ഇത്തിരി നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട് മിഡ് ക്യാപ്പ്. ഇതിനകത്ത് നമ്മുടെ വീക്ക്ലി ചാർട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പോ ഒരു ചാനൽ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മിഡ് ക്യാപ്പിൽ. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ലൊരു ചാനൽ ഫോർമേഷൻ, ഇങ്ങനെ ഒരു ചാനൽ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ പറയാൻ പോകുന്ന രണ്ട് ലെവൽസ് ബ്രേക്ക് ഔട്ട് ആകുവാണെങ്കിൽ, ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് ആകുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോ വീക്ക്ലിയിൽ നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടന്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഇതെന്ന് പറയുന്നത് 12,000 എന്ന ലെവലാണ്. 12,000 ഇതായിരിക്കും വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മിഡ് ക്യാപ് നിഫ്റ്റിയുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ഔട്ട് ആകാൻ നോക്കേണ്ട ലെവല് ഈ ഒരു ലെവലാണ്. ഇതെന്ന് പറയുന്നത് 14,000 മുതൽ 14,500 ഒരു റേഞ്ച് ആയിട്ട് നമുക്ക് എടുക്കാം. 14,000 to 14,500 ഇതായിരിക്കും നമ്മുടെ വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെയും സെയിം റൂൾസ് തന്നെ ഫോളോ ചെയ്യുക. 1 hour ടൈം ഫ്രെയിമിൽ 1 hour ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലൊക്കെ ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു 14,000 ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് താഴ്ത്തോട്ടാണ് പോരുന്നതെങ്കിൽ ഈ 12,000 വീക്ക്ലി സപ്പോർട്ട് 1 ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ ഈ 12,000 അവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ, അതായത് 1 hour ടൈം ഫ്രെയിമിൽ
1 hour ക്യാൻഡിലില് ഒരു ബെയറിഷ് എൻഗൾഫിങ് നല്ലൊരു മർബോസു ബെയറിഷ് ക്യാൻഡിൽ നല്ല ബോഡി വരുന്ന ക്യാൻഡിൽ നല്ല ഒരു ബെയറിഷ് എൻഗൾഫിങ് ഒക്കെ ഫോം ചെയ്യുവാണെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇൻവേർട്ടഡ് ഹാമർ പറയാൻ നേരത്ത് നല്ലൊരു എന്താ പറയാ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വരുന്ന നല്ലൊരു ലെങ്ത് വരും, അതിനുശേഷം താഴെ ആയിരിക്കും അതിന്റെ ബോഡി വരുന്നത്. ഇങ്ങനെ വരുന്ന ടോട്ടൽ ഡൗൺ വേസ് ആയിട്ടുള്ള ഇവിടെ മുകളിലോട്ടുള്ള നല്ല വിക്കുള്ള ഇൻവേർട്ടഡ് ഹാമർ ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് 12,000 ഇനിയും മാർക്കറ്റ് താഴത്തോട്ട് പോകണേണ്. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നോക്കാൻ പറ്റാവുന്നത്. പിന്നെ ആ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 12,000 എന്ന സപ്പോർട്ട് 1 റെസിസ്റ്റൻസ് ആയിട്ട് മാറും. കാര്യം ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ കൊണ്ടായിരിക്കും. കാര്യം ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ഇത് വീക്ക്ലിയുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. 11,300 ആ റേഞ്ചിൽ നമ്മൾ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ നോക്കേണ്ടി വരും. അഥവാ 12,000 വീക്ക്ലി സപ്പോർട്ട് 1 ബെയറിഷ് ക്യാൻഡിൽ 1 hour ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ഔട്ട് ആയാൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻലി ഇൻഡെക്സസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഫിൻ നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. വീക്ക്ലി അനാലിസിസ് വീഡിയോ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ കമന്റ് സെക്ഷനിൽ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക ഈ സമയത്ത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ഇന്നലത്തെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കാർഡിലും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നത്തേലും ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അറിയാവുന്നതാണ്. ഞാൻ ആംപി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ആണ്. അതുകൊണ്ടാണ് ലൈസൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഓറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.